2025 15ാമത് സൗത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ ആരാണ് സ്വർണ്ണ മെഡൽ നേടിയത്? യാജിക് ഹില്ലാങ്. 2025 ആദ്യ അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് കിരീടം നേടിയ ടീം യു മുംബ. അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത്? ഉത്തരം വിയറ്റ്നാം. 2025 പ്രൊഫസർ MP മന്മഥൻ മെമ്മോറിയൽ അക്ഷയ ദേശീയ അവാർഡ് നേടിയത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. കേരള തീരത്ത് തീപിടിച്ച കണ്ടെയ്നർ കപ്പലിലെ ഡോവിംഗ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ ഏതാണ്? ICGS സമുദ്രപ്രഹരി. ICGS സമുദ്രപ്രഹരിയാണ് ഉത്തരം. പ്രഥമ ബിംസ്റ്റെക് യൂത്ത് ഉച്ചകോടിയുടെ വേദി ഗുജറാത്ത്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ പൂർണ്ണ അംഗമായ 100ാമത്തെ രാജ്യം ഏതാണ്? പരാഗ്വേ. സൽമ ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യമേതാണ്? അഫ്ഗാനിസ്ഥാൻ. നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം പൊക്കാറ. 2024 നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ വിനോദ് ഗണത്ര. റൈറ്റ് ടു ഡിസ്കണക്റ്റ് നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യമേതാണ്? ഓസ്ട്രേലിയ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവേഷണ റിപ്പോർട്ട് പ്രകാരം 2024 ഇന്ത്യയിലെ ഏറ്റവും പുതിയ ദാരിദ്ര്യ കണക്ക് എന്താണ്? 4.65% ഇന്ത്യയുടെ ഏറ്റവും പുതിയ ദാരിദ്ര്യ കണക്ക്. UNFPAയുടെ 2025 ലോക ജനസംഖ്യാ സ്ഥിതിവിവര കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്ററാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് ഡോപ്ലർ വെതർ റഡാർ സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ്? പഴശ്ശിരാജ കോളേജ്, വയനാട്. 4ാം സെമസ്റ്റർ ബിരുദ മലയാള ഭാഷാ സാഹിത്യ കോഴ്സിൻ്റെ സിലബസിൽ മലയാള റാപ്പ് ഗാനം ഉൾപ്പെടുത്തിയ സർവകലാശാല ഏതാണ്? കാലിക്കറ്റ് സർവകലാശാല. 2025 ജൂണിൽ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി. മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? കത്രീന കൈഫ്. ഓസ്ട്രിയൻ റേസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 10 കിലോമീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയതാരാണ്? പ്രിയങ്ക ഗോസ്വാമി.